അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വിശുദ്ധ ഖുർആൻ 40-ാം അധ്യായം സൂറത്തുൽ മുഅ്മിൻ. അതിലെ 9 വചനങ്ങളാണ് നമ്മൾ മനസ്സിലാക്കി വന്നിട്ടുള്ളത്. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. إن الذين كفروا ينادون لمقت الله أكبر من مقتكم أنفسكم إذ تدعون إلى الإيمان فتكفرون. 10-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇന്നല്ലദീന കഫറു, നിശ്ചയമായും അവിശ്വസിച്ച ആളുകൾ, കാഫിരീങ്ങൾ, യുനാദൗന, അവരോട് വിളിച്ചു പറയും എന്നാണ്. ഇതുവരെ നമ്മൾ പറഞ്ഞു വന്നിട്ടുള്ളത് അള്ളാഹുവിൽ വിശ്വസിച്ച വിശ്വാസികൾക്കുള്ള നേട്ടങ്ങളെക്കുറിച്ചാണ്. തുടർന്നുള്ള പറയാണ്, കാഫിരീങ്ങളായ ആളുകൾ, അവിശ്വസിച്ച ആളുകൾ, യുനാദൗന, അവരോട് വിളിച്ചു പറയപ്പെടും. ലമഖ്തുല്ലാഹ്, നിശ്ചയമായും അള്ളാഹുവിൻ്റെ ക്രോധം. മഖ്ത് എന്ന് പറഞ്ഞാൽ ക്രോധം എന്നാണ് അർത്ഥം, അഥവാ ദേഷ്യം. അത് സാധാരണ ദേഷ്യമല്ല, ദേഷ്യത്തിൻ്റെ അങ്ങേ അറ്റത്തിനാണ് ക്രോധം എന്ന പദം ഉപയോഗിക്കുന്നത്. ലമഖ്തുല്ലാ, അള്ളാഹുവിൻ്റെ ക്രോധം, അക്ബറു, അത് വലുതാണ്, മിൻ മഖ്തിക്കും, നിങ്ങളുടെ ക്രോധത്തെക്കാൾ വലുതാണ്, അംഫുസക്കും, അഥവാ നിങ്ങളുടെ ആത്മാക്കളോട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ തോന്നുന്ന ക്രോധത്തെക്കാൾ വലുതാണ് അള്ളാഹുവിൻ്റെ ക്രോധം. ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയപ്പെടുന്നതാണ്. എപ്പോഴാണ് അവർക്ക് ക്രോധം തോന്നുന്നത്? എപ്പോഴാണ് അവർക്ക് അവരോട് തന്നെ ദേഷ്യം തോന്നുന്നത്? എന്താണ് അതിന് കാരണം? അതെ, അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകന്മാർ അവർക്ക് നൽകിയതൊക്കെ അവിശ്വസിച്ച് പരലോകത്തെത്തിയപ്പോൾ അവർക്ക് കാണുകയാണ് ഇതൊക്കെ നഷ്ടമായി കഴിഞ്ഞു. സ്വർഗം നഷ്ടമായി, അവിടെയുള്ള എല്ലാ അനുഗ്രഹങ്ങളും നഷ്ടമായി, അവർ നരകത്തിലേക്ക് പോകാൻ പോവുകയാണ്. ഇത് കണ്ട് അവർക്ക് സ്വന്തത്തോട് തന്നെ വലിയ ദേഷ്യം തോന്നുകയാണ്, ക്രോധം തോന്നുകയാണ്. ഇത് കണ്ട് അല്ലാഹു പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾക്ക് നിങ്ങളോടുള്ള ക്രോധം അതിനേക്കാൾ വലുതാണ് എന്ത്? ലമഖ്തുല്ലാ, അള്ളാഹുവിനുള്ള ക്രോധം. എന്തുകൊണ്ടാണ് അള്ളാഹുവിനുള്ള ക്രോധം? എപ്പോഴുള്ള ക്രോധം? അല്ലാഹു പറയാണ്, എപ്പോൾ? ഇത് തുദഊന, നിങ്ങൾ ക്ഷണിക്കപ്പെട്ടിരുന്നപ്പോൾ, ഇലൽ ഈമാനി, സത്യവിശ്വാസത്തിലേക്ക്, ഫതക്ഫുറൂൻ, അപ്പോൾ നിങ്ങൾ അവിശ്വസിച്ചിരുന്നു. നിങ്ങളെ ഭൂമിയിൽ നിന്നും സത്യവിശ്വാസത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടപ്പോൾ നിങ്ങളതെന്ത് ചെയ്തു? അവിശ്വസിച്ചു തള്ളിക്കളഞ്ഞു. ആ സമയത്ത് അള്ളാഹുവിന് നിങ്ങളോട് തോന്നിയ ക്രോധം നിങ്ങൾക്കിപ്പം നിങ്ങളോട് തന്നെ തോന്നുന്ന ദേഷ്യത്തേക്കാൾ, ക്രോധത്തേക്കാൾ എത്രയോ വലുതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ അവിശ്വാസികളായ ആളുകളോട് പറയും എന്നാണ്. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഖാലു റബ്ബനാ അമത്തന ഇസ്നതൈനി വ അഹ്യൈതന ഇസ്നതൈനി ഫഅ്തറഫ്നാ ബിദുനൂബിനാ ഫഹൽ ഇലാ ഖുറൂജിൻ മിൻ സബീൽ. ഖാലു, അവർ പറയും എന്നാണ്. അവിശ്വാസികളായ ആളുകൾ അവിടെ പരലോകത്ത് വെച്ച് അള്ളാഹുവോട് പറയും, റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവ്, ഞങ്ങളുടെ റബ്ബേ, അമത്തന ഇസ്നതൈൻ, അമത്തന, നീ ഞങ്ങളെ മരണപ്പെടുത്തി എന്നാണ്. ഇസ്നതൈൻ, 2 പ്രാവശ്യം നീ ഞങ്ങളെ മരണപ്പെടുത്തി. വ അഹ്യൈതന ഇസ്നതൈൻ, നീ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. ഇസ്നതൈൻ, 2 വട്ടം. അതെങ്ങനെയാണ് 2 വട്ടം മരണപ്പെടുത്തുകയും 2 വട്ടം ജീവിപ്പിക്കുകയും ചെയ്തത്? അത് ആദ്യം നിർജീവാവസ്ഥയിലായിരുന്നു നമ്മളെല്ലാവരും ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുന്നേ. അതാണ് 1ാമത്തെ മരണമായിക്കൊണ്ട് കണക്കാക്കുന്നത്. അതിനുശേഷം ഈ ഭൂമിയിലേക്ക് നമ്മൾ ജനിക്കുമ്പോൾ ഈ ഭൂമിയിലേക്കുള്ള ജനനം അത് 1ാമത്തെ ജനനമായിക്കൊണ്ടും, അങ്ങനെ ഈ ഭൂമിയിൽ നിന്നും നമ്മൾ മരണപ്പെടുന്നത് 2ാമത്തെ മരണമായിക്കൊണ്ടും, ഈ ഭൂമിയിൽ നിന്നും മരണപ്പെട്ടതിനു ശേഷം
പരലോകത്ത് നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് രണ്ടാമത്തെ ജീവിപ്പിക്കലായിക്കൊണ്ടും ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ 2 രൂപത്തിൽ ഞങ്ങളെ നീ ജീവിപ്പിക്കുകയും മരണപ്പെടുത്തുകയും ചെയ്തു. എന്നിട്ട് പറയാണ് ഫഅ്തറഫ്ന, എന്നാൽ ഇപ്പോൾ ഞങ്ങളിതാ ഏറ്റുപറഞ്ഞു, അല്ലെങ്കിൽ ഞങ്ങളിതാ കുറ്റസമ്മതം നടത്തുന്നു, ബിദുനൂബിന, ഞങ്ങളുടെ പാപങ്ങളെ പറ്റി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളിതാ ഏറ്റുപറഞ്ഞു, ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ ചെയ്തത് തെറ്റാണ് എന്നുള്ളത്. എന്നിട്ട് അള്ളാഹുവോട് അവർ ചോദിക്കുകയാണ്, ഫഹൽ ഇലാ ഖുറൂജിൻ മിൻ സബീൽ, ഫഹൽ ഉണ്ടോ, അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്, ഒരു ചോദ്യമാണ്. ഫഹൽ അവിടെ വല്ല വഴിയുമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. മിൻ സബീൽ, വല്ല മാർഗവുമുണ്ടോ, ഇലാ ഖുറൂജ്, പുറത്തേക്ക് പോകാൻ, ഒന്ന് രക്ഷപ്പെടുവാൻ വല്ല വഴിയുമുണ്ടോ എന്ന് അവർ അള്ളാഹുവോട് ചോദിക്കുകയാണ് പരലോകത്ത് വെച്ചുകൊണ്ട്. അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ ഐഹിക ജീവിതത്തിലേക്ക് മടങ്ങി നല്ലവരായി തീരുവാൻ അവർ പരിശ്രമിക്കും, അവർ എന്തായാലും നല്ലവരായി തീരും എന്നാണ് ഇതിൻ്റെ സാരം. അടുത്ത ആയത്തിൽ ذلكم بأنه إذا دعي الله وحده كفرتم وإن يشرك به تؤمنوا فالحكم لله العلي الكبير. ذلكم, അത് എവിടെയാണ് ഈ അത് എത്തിച്ചേരുന്നത്? നമ്മൾ തൊട്ട് മുന്നേ ആയത്തിൽ പറഞ്ഞ അവർ ചോദിക്കുന്നുണ്ട്, ഞങ്ങളെ ഒന്ന് മടക്കി അയക്കുമോ ഇഹലോകത്തിലേക്ക്. ആ ഒരു ചോദ്യത്തിലേക്ക് അവരെ എത്തിക്കാൻ കാരണം എന്താണ്? ദാലിക്കും, അത് ബിയന്നഹു, ഇതാണ് അതിന് കാരണം. എന്ത്? ഇദാ ദുഇയല്ലാഹു, അല്ലാഹു വിളിക്കപ്പെട്ടാൽ, വഹ്ദഹു, അവനെ മാത്രം, അഥവാ അല്ലാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കപ്പെട്ടാൽ, കഫർത്തും, നിങ്ങൾ എന്ത് ചെയ്തു? അവിശ്വസിച്ചു, നിങ്ങൾ അവിശ്വസിക്കും. വഇൻ യുശ്രിക് ബിഹി, അവനോട് പങ്കു ചേർക്കപ്പെടുന്ന പക്ഷം, അവനിൽ ആരെങ്കിലും പങ്കു ചേർത്താൽ, തുഅ്മിനു, നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യും. അഥവാ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതിനെയാണ് നിങ്ങൾ വിശ്വസിച്ചിരുന്നത്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിനെ നിങ്ങൾ അവിശ്വസിച്ചു കളഞ്ഞു. എന്നിട്ടുള്ള പറയാണ് ഫൽ ഹുക്മു, എന്നാൽ ഇനി വിധി, കൽപ്പന, ലില്ലാഹ്, അത് അള്ളാഹുവിനാണ്. അൽ അലിയുൽ കബീർ, ഉന്നതനായ വലിയ മഹാനായ അള്ളാഹുവിനാണ് ഇനി കൽപ്പന. അതാണ് ഫൽ ഹുക്മു ലില്ലാഹിൽ അലിയിൽ കബീർ. എന്നാൽ ഇപ്പോൾ വിധി കൽപ്പിക്കൽ ഉന്നതനും മഹാനുമായ അള്ളാഹുവിന് അധികാരപ്പെട്ടതാകുന്നു എന്നാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്? ആരെങ്കിലും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് കണ്ടാൽ, അല്ലെങ്കിൽ അള്ളാഹുവെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ അവരതിനെ അവിശ്വസിക്കുകയും, അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ അവരത് വിശ്വസിക്കുകയും ചെയ്യും. ഇനി അള്ളാഹുവിൻ്റെ പക്ഷത്താണ് വിധി കൽപ്പന എന്ന സാരം. തുടർന്ന് അള്ളാഹു പറയാണ്, ഹുവല്ലദീ യുരീകും ആയാതിഹി വയുനസ്സിലു ലക്കും മിനസ് സമാഇ റിസ്ഖാ വമാ യതദക്കറു ഇല്ലാ മൻ യുനീബ് ഫദ്ഉല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ വലൗ കരിഹൽ കാഫിറൂൻ. 13-ാമത്തെ വചനത്തിലൂടെ ഹുവല്ലദീ, അവൻ എങ്ങനത്തവനാണ്? യുരീക്കും, കാണിച്ചു തരുന്നവനാണ്, ആയാതിഹി, അവൻ്റെ ദൃഷ്ടാന്തങ്ങൾ. എന്താണ് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ? സൂര്യൻ, ചന്ദ്രൻ, ഭൂമി, നമ്മൾ കാണുന്നതൊക്കെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ്. ആ അള്ളാഹു നമുക്ക് അവൻ്റെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു തരുന്നവനത്രേ. വയുനസ്സിലു ലക്കും, എന്നിട്ട് നിങ്ങൾക്ക് ഇറക്കിത്തരികയും ചെയ്യുന്നു, മിനസ്സമാഇ, ആകാശത്തു നിന്ന്, റിസ്ഖാ, റിസ്ഖാ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് മഴയാണ്. റിസ്ഖാ എന്ന പദത്തിനർത്ഥം ആഹാരം എന്നാണ്, അന്നം എന്നാണ്. എന്നാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് മഴയാണ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് റിസ്ഖാ എന്ന് പറയാൻ കാരണം? മഴ എന്ന് പറയുന്നതിന് പകരം റിസ്ഖാണ് മഴ എന്ന് പറഞ്ഞാൽ, അഥവാ എല്ലാ റിസ്ഖിൻ്റെയും പ്രധാന കാരണമാണ് മഴ. അതുകൊണ്ടാണ് ഇവിടെ മഴ എന്നതിനു പകരം റിസ്ഖ് എന്ന് തന്നെ പറഞ്ഞിട്ടുള്ളത്. മഴ എന്ന് പറയുന്നത് നമുക്ക് റിസ്ഖാണ്,
കന്നുകാലികൾക്ക് റിസ്ക്കാണ്, നമ്മുടെ ജീവിതമാർഗം. മഴയില്ലെങ്കിൽ നമ്മുടെ ഭക്ഷണം മുടങ്ങും, നമ്മുടെ കുടിവെള്ളം എല്ലാം വലിയൊരു തടസ്സമായി മാറും. അതുകൊണ്ടാണ് ഇവിടെ മഴ എന്നതിനു പകരം റിസ്ക് എന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ? അള്ളാഹു ആകാശത്ത് നിന്നിറക്കുന്ന മഴ അല്ലെങ്കിൽ ആഹാരം, അന്നം നിങ്ങൾ കാണുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പറയാണ്, വമായ തദക്കറു, ഉറ്റാലോചിക്കുന്നതല്ല, ഇല്ലാമയുനീബ്, ആരല്ലാതെ? വിനയപ്പെടുന്നവനല്ലാതെ, വിനയപ്പെട്ടു ഭക്തിപ്പെട്ടു മടങ്ങുന്നവനല്ലാതെ ഉറ്റാലോചിക്കുന്നില്ല എന്ന്. അങ്ങനെ ഉറ്റാലോചിക്കുന്നവനാണെങ്കിലോ ഫദഉല്ലാ, അപ്പോൾ ആകയാൽ നിങ്ങൾ അള്ളാഹുവിനെ വിളിക്കുവീൻ, മുഖ്ലിസീന ലഹുദ്ദീൻ, മുഖ്ലിസീന അവന് നിഷ്കളങ്കമാക്കി മിത്രമാക്കിക്കൊണ്ട്, ലഹുദ്ദീൻ മതം, അല്ലെങ്കിൽ ദീൻ എന്ന് പറഞ്ഞാൽ അനുസരണം, കീഴ്വണക്കം, മതം എന്നൊക്കെ അർത്ഥമുണ്ട്. ആകയാൽ മതം അഥവാ കീഴ്വണക്കം അള്ളാഹുവിന് മാത്രം നിഷ്കളങ്കമാക്കിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുവീൻ, വലൗ കരിഹൽ കാഫിറൂൻ. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇമാം തിർമിദി റഹിമഹുല്ല അതേപോലെയുള്ള മറ്റ് ഹദീസ് പണ്ഡിതന്മാരും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ വന്നിട്ടുണ്ട്, നിങ്ങൾ ഉത്തരം കിട്ടുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യണമെന്നാണ്. അഥവാ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. ബോധരഹിതവും ശ്രദ്ധയില്ലാത്തതുമായ ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകുകയില്ല എന്നും ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. വലൗ കരിഹൽ കാഫിറൂൻ, അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കണം. വലൗ കരിഹൽ കാഫിറൂൻ, അത് അവിശ്വാസികൾ വെറുത്താലും, നിങ്ങളുടെ ഈയൊരു പ്രാർത്ഥന അവിശ്വാസികൾക്ക് വെറുപ്പുണ്ടാക്കിയാലും അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. നിങ്ങൾ അള്ളാഹുവോട് ഈ രൂപത്തിൽ മുഖ്ലിസീന ലഹുദ്ദീൻ എന്ന് പറയുന്ന രൂപത്തിൽ അള്ളാഹുവോട് പ്രാർത്ഥിക്കണം എന്നാണ് ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 15-ാമത്തെ ആയത്തിൽ റഫീഉദ്ദറജാതി ദുൽ അർശി യുൽഖിർ റൂഹ മിൻ അംരിഹി അലാ മൻ യശാഉ മിൻ ഇബാദിഹി على من يشاء من عباده لينذر يوم التلاق. റഫീഉ ദറജാത്ത്, റഫീഉ എന്ന് പറഞ്ഞാൽ ഉയർന്നവനാണ് എന്നാണ്. അദ്ദറജാത്ത് പദവികൾ, പദവികളിൽ വെച്ച് ഏറ്റവും ഉയർന്ന പദവിയിലുള്ളവനാണ്, അല്ലെങ്കിൽ പദവികൾ ഉയർന്നവനാണ്. ദുൽ അർശ്, അതേപോലെ തന്നെ അർശിന് ഉടമസ്ഥനാണ്, അല്ലെങ്കിൽ അർശുള്ളവനാണ്. യുൽഖി, അവൻ ഇട്ടുകൊടുക്കുന്നു, അർറൂഹ ആത്മാവ് അല്ലെങ്കിൽ ജീവൻ, മിൻ അംരിഹി അവൻ്റെ കൽപ്പനയാൽ, അവൻ്റെ കൽപ്പനയിൽ അവനെന്ത് ചെയ്യുന്നു? ആത്മാവ് ഇട്ടുകൊടുക്കുന്നു, അലാ മൻ യശാ അവൻ ഉദ്ദേശിക്കുന്നവർക്ക്, മിൻ ഇബാദിഹി അവൻ്റെ അടിയാന്മാരിൽ നിന്ന്. റൂഹ് എന്ന പദം കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് വഹിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല താൻ ഉദ്ദേശിക്കുന്നവർക്ക് വഹി ഇട്ട് കൊടുക്കുന്നു. അഥവാ അതിന് മറ്റൊരു കാരണവുമില്ല. ആർക്കാണോ അള്ളാഹു ഉദ്ദേശിക്കുന്നത് അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല വഹി നൽകും. ആരാണ് അള്ളാഹു? റഫീഉദ്ദറജാതി ദുൽ അർശ്, പദവികളിൽ ഉയർന്നവനും സിംഹാസനത്തിൻ്റെ അർശിൻ്റെ ഉടമസ്ഥനുമാണ്. എന്നിട്ടോ ലിയുൻദിറ യൗമുത് തലാഖ്. എന്താ തലാഖ് എന്ന് പറഞ്ഞാൽ? തലാഖ്, തലാഖ് ഇത് ആണ്. നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു തലാഖ് അഥവാ വേർപിരിയൽ. നമ്മൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാലുള്ള വേർപിരിയലിനാണ് തലാഖ് എന്ന് പറയാം. ഇവിടെ തലാഖാണ്. തലാഖ് എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടുക എന്നാണ്. യൗമുത് തലാഖ്, പരസ്പരം കണ്ടുമുട്ടുന്ന ദിവസത്തെ, ലിയുൻദിറ അതിനെക്കുറിച്ച് താക്കീത് നൽകുവാൻ വേണ്ടി. അഥവാ എന്താണ് പരസ്പരം കണ്ടുമുട്ടുന്ന ദിവസം? അതെ, ആദ്യത്തെ ജനങ്ങൾ മുതൽ അവസാനം വരെയുള്ള മുഴുവൻ ജനങ്ങളും പരസ്പരം കണ്ടുമുട്ടുന്ന, നാളെ വിധികർത്താവായ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ആ ഒരു ദിവസം, യൗമുത് തലാഖ് എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാളിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആ ഖിയാമത്ത് നാളിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുവാൻ വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകളിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് റൂഹ് അഥവാ ആത്മാവ് എന്നാണ് റൂഹിനർത്ഥം, ഇവിടെ വഹി ഇട്ടുകൊടുക്കുന്നത് എന്ന് സാരം. എന്നിട്ട് ആ ദിവസത്തിൻ്റെ പ്രത്യേകത പറയാണ്, യൗമഹും ബാരിസൂൻ,
ലാ യഖ്ഫാ അലല്ലാഹി മിൻഹും ഷൈഅ ലിമനിൽ മുൽക്കുൽ യൗം ലില്ലാഹിൽ വാഹിദിൽ ഖഹ്ഹാർ. ഏതാണ് ആ ദിവസം? യൗമഹും ബാരിസൂൻ, വെളിക്കുവരുന്ന പ്രത്യക്ഷപ്പെടുന്നവർ അഥവാ വെളിക്കുവരുന്നവർ, യൗമഹും അവരാകുന്ന ദിവസം. അതുവരെ മരണപ്പെട്ടിട്ടുള്ള എല്ലാ മനുഷ്യരും പുറത്തേക്ക് വരുന്ന ദിവസം. ലാ യഖ്ഫ അലല്ലാഹി മിൻഹും ഷൈ, ലാ യഖ്ഫ അന്ന് മറയുകയില്ല, അജ്ഞാതമാവുകയില്ല, അലല്ലാ അള്ളാഹുവിൻ്റെ മേൽ, മിൻഹും അവരിൽ നിന്ന്, ഷൈ യാതൊന്നും. ഒന്നാമത് പറഞ്ഞു യൗമഹും ബാരിസൂൻ, അഥവാ അന്ന് എല്ലാവരെയും കാണാൻ കഴിയും. അവിടെ യാതൊരു മറയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുകയില്ല. എല്ലാവർക്കും എല്ലാവരെയും പരസ്പരം കാണുവാൻ കഴിയും. ലാ യഖ്ഫ അലല്ലാഹി മിൻഹും ഷൈ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം അവന് അവരിൽ നിന്നും എല്ലാം കാണുവാൻ കഴിയുമെന്ന് വീണ്ടും പറയുന്നതിൻ്റെ അർത്ഥം അവരുടെ ദുനിയാവിലുണ്ടായിരുന്നപ്പോൾ അവർ ചെയ്ത പ്രവർത്തനങ്ങൾ, അവരുടെ നോക്കുകൾ, വാക്കുകൾ, അവരുടെ ചിന്തകൾ, അവരുടെ നീയത്തുകളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അന്നേ ദിവസം പ്രത്യക്ഷമായിരിക്കുന്നതാണ്. എന്നിട്ട് ഒരു ചോദ്യമാണ്, ലിമനിൽ മുൽക്കുൽ യൗം, ആരാണ്, ലിമൻ ആർക്കാണ്, അൽ മുൽക്ക് രാജാധിപത്യം, അല്യവും അന്ന്, ഇന്നേ ദിവസം രാജാധിപത്യം ആർക്കാണ്? അതിൻ്റെ ഉത്തരമായിക്കൊണ്ട് ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, ഏകനായ അള്ളാഹുവിനാണ്, അൽ ഖഹാർ സർവാധികാരിയായ അള്ളാഹുവിനാണ്, ഏകനായ വാഹിദ് ഏകനും സർവാധികാരിയുമായ അള്ളാഹുവിനാണ് ഇന്നത്തെ രാജാധിപത്യം എന്ന് അവിടെ നിന്ന് ഉത്തരം പറയുമെന്നാണ്. പ്രവാചകന്റെ ഒരു ഹദീസിൽ നമുക്ക് കാണുവാൻ കഴിയും, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നതായിട്ട്, ഖിയാമത്ത് നാളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെയും ആകാശത്തെയും കയ്യിലെടുക്കും. ആകാശത്തെ വലം കയ്യിൽ ചുരുട്ടിപ്പിടിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുമത്രേ, ഞാനത്രേ രാജാവ്, അനൽ മലിക് ഐന മുലൂക്കുൽ അർദ്, ഭൂമിയിലെ രാജാക്കന്മാരൊക്കെ എവിടെ? അതുവരെ ഞാനാണ് രാജാവെന്ന് പറഞ്ഞിരുന്ന ഭൂമിയിലെ രാജാക്കന്മാരെല്ലാം എവിടെ? എന്നിട്ട് അള്ളാഹു പറയാണ്, അനൽ മലിക്, ഞാനാണ് രാജാവ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. 17-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറയാണ്, അൽ യൗമ തുജ്സാ കുല്ലു നഫ്സിൻ ബിമാ കസബത് ലാ ദുൽമൽ യൗം ഇന്നല്ലാഹ സരീഉൽ ഹിസാബ്. അൽ യൗമ അന്ന്, അന്നേ ദിവസം, തുജ്സ പ്രതിഫലം നൽകപ്പെടും, കുല്ലു നഫ്സിൻ എല്ലാ ആളുകൾക്കും അന്നേ ദിവസം പ്രതിഫലം നൽകപ്പെടുന്നതാണ്. എല്ലാ ആത്മാവിനും എല്ലാ ദേഹത്തിനും അന്നേ ദിവസം പ്രതിഫലം നൽകപ്പെടുന്നതാണ്. ബിമാ കസബത്ത്, അത് സമ്പാദിച്ചതനുസരിച്ച്, അവർ പ്രവർത്തിച്ചതനുസരിച്ച് അവർക്ക് പ്രതിഫലം നൽകും. ലാ ദുൽമ, അനീതിയേ ഇല്ല, അക്രമമേ ഇല്ല, അൽ യൗമ അന്നേ ദിവസം, ഇന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു, സരീഉൽ ഹിസാബ് വേഗതയുള്ളവനാണ്, വിചാരണ വേഗത്തിൽ നടത്തുന്നവനാണ് എന്ന് ഈ ആയത്തിലൂടെ അല്ലാഹു പറയാണ്. എന്ന് പറഞ്ഞാൽ അന്നേ ദിവസം ഓരോ ആളുകളും സമ്പാദിച്ചു വെച്ചത് എന്താണോ അതിൻ്റെ പ്രതിഫലം അവർക്ക് നൽകപ്പെടും. അവർ നന്മയാണ് ധാരാളമായി ചെയ്തിട്ടുള്ളത് എങ്കിൽ അതിൻ്റെ പ്രതിഫലം അവർക്ക് നൽകപ്പെടും. ഇനി അവർ തിന്മയാണ് ചെയ്തിട്ടുള്ളത് എങ്കിലോ അതിൻ്റെ പ്രതിഫലവും അവർക്ക് നൽകപ്പെടും. എന്താണ് തിന്മയുടെ പ്രതിഫലം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ പ്രതിഫലവും അവർക്ക് നൽകപ്പെടുകയും ചെയ്യും. അന്ന് യാതൊരു അനീതിയും നടക്കുകയില്ല. ലാ ദുൽമൽ യൗം, അന്ന് യാതൊരു അനീതിയും നടക്കുകയില്ല. ഇന്നല്ലാഹ സരീഉൽ ഹിസാബ്, എന്നിട്ട് പറയാണ്, അള്ളാഹു വിചാരണ വേഗം നടത്തുന്നവനാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെ വിചാരണ കൊണ്ട് മറ്റൊരാളുടെ വിചാരണക്കു തടസ്സം നേരിടുന്നതല്ല എന്ന്. അഥവാ വിചാരണ ചെയ്യപ്പെടുന്നവരുടെ ആധിക്യം കൊണ്ട് സമയം ദീർഘിപ്പിച്ചു കൊണ്ടുപോകുന്നൊരവസ്ഥ ഉണ്ടാവില്ല. എല്ലാവരുടെയും വിചാരണ പെട്ടെന്ന് തന്നെ അള്ളാഹു നടത്തും എന്നാണ് നമുക്ക് ഈ ആയത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രസ്താവിച്ചതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി അബൂദർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. എൻ്റെ അടിയാന്മാരെ, എൻ്റെ സ്വന്തം പേരിൽ തന്നെ ഞാൻ അക്രമം നിരോധമാക്കിയിരിക്കുന്നു. നിങ്ങൾക്കിടയിലും ഞാൻ അക്രമം നിരോധിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ അക്രമം ചെയ്യരുത്.
എൻ്റെ അടിയാന്മാരെ, നിങ്ങളുടെ കർമ്മങ്ങൾ മാത്രമാണുള്ളത്. അവൻ ആസ്പദമാക്കിയാണ് അവരുടെ കർമ്മങ്ങളെ ആസ്പദമാക്കിയാണ് അവൻ നടപടിയെടുക്കുക. നിങ്ങളുടെ പേരിൽ അവയെ ഞാൻ കണക്കുവെക്കുന്നു, പിന്നീട് അവയെ നിങ്ങൾക്ക് ഞാൻ പ്രതിഫലം നൽകി പൂർത്തീകരിച്ചു തരുന്നു. അതുകൊണ്ട് ആരെങ്കിലും നന്മ കണ്ടാൽ അവൻ അള്ളാഹുവിനെ സ്തുതിച്ചു കൊള്ളട്ടെ, മറ്റു വല്ലതും കണ്ടാൽ അവൻ അവനെ തന്നെയല്ലാതെ ആക്ഷേപിക്കാതിരുന്നു കൊള്ളട്ടെ എന്ന് അള്ളാഹു പറയുന്നതായി പ്രവാചകൻ റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് അന്നേ ദിവസം നമ്മൾ എന്താണോ ചെയ്തത്, ഒരണുമണി തൂക്കം നമ്മൾ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രതിഫലം അള്ളാഹു നമുക്ക് തരികയും, ഒരണുമണി തൂക്കം തിന്മ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രതിഫലവും അള്ളാഹു നമുക്ക് തരും എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. 18-ാമത്തെ വചനത്തിൽ وأنذرهم يوم الآزفة إذ القلوب لدى الحناجر كاظمين ما للظالمين من حميم ولا شفيع يطاع وأنذرهم وأنذر അവർക്ക് മുന്നറിയിപ്പ് നൽകുന്ന അവർക്ക് പ്രവാചകനോട് അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വഅൻദിറഹും അവർക്ക് നീ മുന്നറിയിപ്പ് നൽകുക, യൗമൽ ആസിഫ. ആസിഫ എന്ന് പറഞ്ഞാൽ ഖറുബ എന്നാണ് അർത്ഥം, ആസന്നമായ അല്ലെങ്കിൽ അടുത്തുണ്ടാകുന്ന. യൗമൽ ആസിഫ എന്ന് പറഞ്ഞാൽ ആസന്ന സംഭവത്തിൻ്റെ ദിവസത്തെക്കുറിച്ച്, അടുത്തുണ്ടാകുന്ന വിപത്തിൻ്റെ ദിവസത്തെക്കുറിച്ച്. നമ്മൾ വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട അസിഫത്തിൽ ആസിഫ, ആസന്ന സംഭവം ആസന്നമായിരിക്കുന്നു. ഇഖ്തറബത്തിസ്സാഅ അന്ത്യഘട്ടം അടുത്തെത്തിയിരിക്കുന്നു. ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും ജനങ്ങൾക്ക് അവരുടെ വിചാരണ സമീപിച്ചിരിക്കുന്നു. ഇവിടെ അടുത്തുണ്ടാകുന്ന വിപത്തിൻ്റെ ദിവസത്തെക്കുറിച്ച് എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് നേരത്തെ പറഞ്ഞ യൗമുത്തലാഖ് അഥവാ കണ്ടുമുട്ടുന്ന ദിവസം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ചോദ്യം ചെയ്യപ്പെടുന്ന, നമ്മെ വിചാരണ ചെയ്യപ്പെടുന്ന ദിവസം അഥവാ യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളിനെ കുറിച്ചാണ് ഇവിടെ യൗമുൽ ആസിഫ എന്ന് പറയുന്നത്. വഅൻദിർഹും യൗമുൽ ആസിഫ. ആ യൗമുൽ ആസിഫയെ കുറിച്ച് അവർക്ക് മുന്നറിയിപ്പ് നൽകുക. ഇതിൽ ഖുലൂബു ലദൽ ഹനാജിരി കാദിമീൻ എന്ന് പറഞ്ഞാൽ അവർ ശ്വാസം അടക്കിപ്പിടിച്ചവരായിക്കൊണ്ട് ഹൃദയങ്ങൾ തൊണ്ടക്കുഴികളുടെ അടുത്തെത്തുന്ന അവസരം, അതിൻ്റെ ഭയാനകതയാണ് അത് സൂചിപ്പിക്കുന്നത്. അഥവാ അന്ന് ഭയത്തിൻ്റെയും പരിഭ്രമത്തിൻ്റെയും കാഠിന്യ നിമിത്തം ഹൃദയങ്ങൾ തൊണ്ടക്കുഴിയിൽ വരികയും സംസാരിക്കാനോ ശ്വാസം വിടുവാനോ കഴിയാതെ കുടുങ്ങുകയും ചെയ്യുന്നു എന്നാണ് അതിലൂടെ അർത്ഥമാക്കുന്നത്. എന്നിട്ട് പറയാണ് മാ ലിദ്ദാലിമീന മിൻ ഹമീമിൻ വലാ ശഫീഇൻ യുതാഅ. മാ ലിദ്ദാലിമീന അക്രമികൾക്കില്ല, മിൻ ഹമീമിൻ ഒരുറ്റ ചങ്ങാതിയും ഒരുറ്റ ബന്ധുവും, സാധാരണ ബന്ധുവല്ല, ഉറ്റ ബന്ധുവും അല്ലെങ്കിൽ ഉറ്റ ചങ്ങാതിയും. ഹമീം എന്ന് പറഞ്ഞാൽ ഉറ്റ ചങ്ങാതി എന്നൊക്കെയാണ് അർത്ഥം. ഒരുറ്റ ചങ്ങാതിയുമില്ല, വലാ ഷഫീഅ ഒരു ശുപാർശകനുമില്ല, യുതാഅ അനുസരിക്കപ്പെടുന്ന. അന്നേ ദിവസം അക്രമികളെ സംബന്ധിച്ചിടത്തോളം അവരനുസരിക്കുന്ന, അല്ലെങ്കിൽ അവരെ ഒരാളെ ശുപാർശ ചെയ്യാന്ന് പറഞ്ഞാൽ ആദ്യം എന്താണെന്ന് കേട്ടിട്ടാണല്ലോ ശുപാർശ ചെയ്യുക. അപ്പം അത് കേൾക്കാൻ പോലും അല്ലെങ്കിൽ അത് അനുസരിക്കുവാൻ പോലുമുള്ള ഒരു ഉറ്റ ബന്ധുവോ ചങ്ങാതിയോ അവർക്കില്ല എന്നും ഒരു ശുപാർശകനോ അവർക്ക് അന്നേ ദിവസം ലഭിക്കുകയില്ല എന്നും അള്ളാഹു ഈ ആയത്തിലൂടെ കൃത്യമായി കൊണ്ട് നമ്മളെ ബോധ്യപ്പെടുത്തി തരികയാണ്. എന്നിട്ട് പറയാണ് യഅലമു ഖായിനതൽ അഅ്യുനി വമാ തുഖ്ഫിസ് സുദൂർ. യഅലമു അവൻ അറിയുന്നു, ഖായിനതൽ അഅ്യുൻ, അഅ്യുൻ എന്ന് പറഞ്ഞാൽ കണ്ണുകൾ എന്നാണ്. ഖായിനതൽ അഅ്യുൻ ചതിക്കണ്ണുകളെ അഥവാ കള്ളനോട്ടങ്ങളെ അവൻ അറിയുന്നു. വമാ തുഖ്ഫി മറച്ചുവെക്കുന്നതും അല്ലെങ്കിൽ ഒളിച്ചു വെക്കുന്നതും അവൻ അറിയുന്നു. അസ്സുദൂർ ഹൃദയങ്ങളിൽ, നെഞ്ചുകളിൽ ഒളിച്ചു വെക്കുന്നതിനെയും കള്ളനോട്ടങ്ങളെയും അള്ളാഹു അറിയുന്നു. നോക്കിക്കാണുവാൻ പാടില്ലാത്ത കാര്യങ്ങളിലേക്ക് മറ്റുള്ളവർ അറിയാതെ നോക്കുക, അതിനാണല്ലോ കള്ളനോട്ടം എന്ന് പറയാം. ആ കള്ളനോട്ടത്തെയും അതേപോലെ
മറ്റുള്ള ആളുകൾ കാണരുതെന്ന് വിചാരിച്ച് അവർ കാണാത്ത രൂപത്തിൽ നമ്മൾ ദൃഷ്ടി പതിപ്പിക്കുന്നതും, അതേപോലെ തന്നെ ആരെയും അറിയിക്കാതെ മനസ്സിൽ ഗൂഢമായി ഒളിച്ചു വെക്കുന്ന വിഷയങ്ങൾ പലതും ഉണ്ടാവും നമുക്ക്, മറ്റുള്ളവരോട് പറയാൻ പറ്റാത്ത. അങ്ങനെ ചെറുതും വലുതുമായ എല്ലാ രഹസ്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നു. ഇപ്പോൾ അന്യ വീടുകളിൽ വെച്ചോ അല്ലെങ്കിൽ വഴികളിലൊക്കെ വെച്ച് സൗന്ദര്യവതികളായ സ്ത്രീകളെ കണ്ടുമുട്ടുമ്പോൾ മറ്റുള്ളവരുടെ ശ്രദ്ധയിൽ പെട്ടേക്കുമെന്ന് കണ്ടാൽ പിന്നെ അങ്ങോട്ട് നോക്കാതെ കണ്ണടക്കുകയും, എന്നാൽ അവർ ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ടാൽ അവരെ നോക്കുകയും അവരിൽ ദൃഷ്ടി പതിപ്പിക്കുകയും ചെയ്യുന്ന ഖായിനത്തുൽ അഅ്യുൻ, കള്ളനോട്ടത്തിനും അതേപോലെ തന്നെ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ നിന്നും മറഞ്ഞു കണ്ടാൽ സൗകര്യം ലഭിക്കുന്ന പക്ഷം അവരുമായി ദുർവൃത്തി ചെയ്യുവാൻ ഉദ്ദേശം വെക്കുന്നത് ഹൃദയങ്ങളിൽ മറച്ചു വെക്കുക, മറ്റുള്ളവരറിയാതെ ഇങ്ങനെ ചെയ്യാം എന്നവർ മനസ്സിൽ ഉദ്ദേശിക്കുക. ഇത്തരം എല്ലാ കാര്യങ്ങളും വമാ തുഖ്ഫി സുദൂർ, അവൻ്റെ മനസ്സിലുള്ള എല്ലാം, അഥവാ അവൻ മറച്ചു വെക്കുന്നത്, അവൻ്റെ മനസ്സിൽ തോന്നുന്നതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയും എന്നതിന് ഉദാഹരണമായിക്കൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവും അതേപോലെയുള്ള ആളുകൾ പ്രസ്താവിച്ചതായി നമുക്ക് കാണുവാൻ കഴിയും. 20-ാമത്തെ വചനത്തിൽ വല്ലാഹു യഖ്ദീ ബിൽ ഹഖ് വല്ലദീന യദ്ഊന മിൻ ദൂനിഹി ലാ യഖ്ദൂന ബിശൈഇ ഇന്നല്ലാഹ ഹുവസ് സമീഉൽ ബസീർ. വല്ലാഹു യഖ്ദീ, അല്ലാഹു തീരുമാനം നടത്തുന്നു, അല്ലാഹു വിധി കൽപ്പിക്കുന്നു. ബിൽ ഹഖ്, മുറപ്രകാരം, ന്യായമനുസരിച്ചുകൊണ്ട്, യഥാർത്ഥ പ്രകാരം അല്ലാഹു എന്ത് ചെയ്യുന്നു? വിധി കൽപ്പിക്കുന്നു. വല്ലദീന, എന്നാൽ ചില ആളുകൾ അല്ലെങ്കിൽ ആ കൂട്ടർ, യദ്ഊന, അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരാകട്ടെ, മിൻ ദൂനിഹി, അവനു പുറമേ. അഥവാ നമ്മൾ നേരത്തെ പറഞ്ഞു അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ അവർ കഫർത്തും, അവരെന്ത് ചെയ്യും? അതിനെ അവിശ്വസിക്കുകയും, അള്ളാഹു അല്ലാത്ത ആളുകൾ അവർ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ അവർ വിശ്വസിക്കുകയും ചെയ്യും. അപ്പോൾ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരാകട്ടെ, വല്ലദീന യദ്ഊന മിൻ ദൂനിഹി, അള്ളാഹുവിന് പുറമേ, അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയാണ് അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്, അവരാകട്ടെ ലാ യഖ്ദൂന, അവർ വിധിക്കുകയില്ല, ബിശൈ, യാതൊന്നും, ഒന്നും തന്നെ വിധിക്കുവാനുള്ള കഴിവ് അവർക്കില്ല, ഒന്നും തന്നെ വിധി കൽപ്പിക്കുവാനുള്ള കഴിവ് അവർക്കില്ല, അവർക്കതിന് സാധ്യമല്ല. എന്നിട്ട് അല്ലാഹു പറയാണ്, എന്താണ് ഇതിന് കാരണം? ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, ഹുവ, അവൻ തന്നെയാണ്, അസ്സമീഅ, എല്ലാം കേൾക്കുന്നവൻ, അൽ ബസീർ, എല്ലാം കണ്ടറിയുന്നവൻ. അതേപോലെ കാണുന്ന ഒരാളും അതേപോലെ കേൾക്കുന്ന ഒരാളും ഈ ലോകത്തും നമുക്ക് കാണുവാൻ സാധ്യമല്ല. നിങ്ങൾ വിളിക്കുന്ന ആരൊക്കെ തന്നെ ആയിക്കോട്ടെ, നമ്മുടെ ഹൃദയങ്ങളിലുള്ളത് മുഴുവൻ അറിയുന്നവൻ, നമ്മൾ ഹൃദയങ്ങളിൽ കാത്തു സൂക്ഷിക്കുന്നത് മുഴുവൻ കേൾക്കുന്നവൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു ആണ് അന്നേ ദിവസം കൃത്യമായി വിധി കൽപ്പിക്കുന്നവൻ എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അതേപോലെ തന്നെ അള്ളാഹു അല്ലാതെ നിങ്ങൾ പ്രാർത്ഥിച്ചവർക്ക് അന്ന് വിധി കൽപ്പിക്കുവാൻ സാധ്യമല്ല എന്നും ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും.